3 പെന്ന്. ഓക്കെ, ഈ 3 പെന്ന് ഞാൻ ഇവിടെ വെക്കുന്നു. ഓക്കെ, ഒരേ മാതിരി വെക്കുന്നു. ഞാൻ ഒരാളെ വിളിക്കുന്നു. ഇതിന്ന് ഒരു പെന്ന് എടുക്കാം. ഒരു പെന്ന് എടുത്തിട്ട് ഏതെങ്കിലും ഒരു അക്ഷരം ഇതിനകത്ത് എഴുതാം, ഈ പേപ്പറിൻ്റെ അടുത്ത്. ഓക്കെ, എന്നിട്ട് ആ പെന്ന് അതേമാതിരി വെക്കാം. പെട്ടെന്ന് ഞാൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾ ഏത് പെന്ന് എടുത്തു എന്നുള്ളത്. ഓക്കെ, അത്ര ചെയ്യുള്ളൂ. ഓക്കെ, നീ ചെയ്തോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണം എടുക്കാം. ഓക്കെ, എടുത്തിട്ട് അതേമാതിരി തന്നെ വെക്കാം. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അപ്പം എനിക്ക് മനസ്സിലാൻ പാടില്ല. അതേമാതിരി വെക്കണം. കുറച്ച് കല്യാണം വെച്ചാലോ? കല്യാണം ഒന്നല്ലോ. പെണ്ണ് ഇതേമാതിരി വെക്കണം. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാം. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നില്ല. സൈഡിലേക്ക് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാല് നിങ്ങളുടെ കൈ മനത്ത് വെച്ചിട്ടാണ്. അതാണ് കൈ മനത്ത് വെക്കണം. അത് കൈയ്യേറ്റ്. ഓക്കെ, മതി. ഇത്ര കിട്ടിയ ഇനി ഇതില് ഒരു പെണ്ണെടുക്കുക. ഏതെങ്കിലും ലെറ്റർ ഇതിനകത്ത് എഴുതുക. പെട്ടെന്ന് തന്നെ മൂടി വെക്കുക. ഇവിടെ വെക്കുക. ഇതേമാതിരി വെക്കണം കേട്ടോ. ഞാൻ തിരിഞ്ഞിക്കാൻ പോണ്. ഓക്കെ, അതേമാതിരി വെച്ചോ. ഓക്കെ, ചിലപ്പോ മിസ്റ്റേക്ക് പറ്റാം. ഓക്കെ, മനസ്സിലായി. എനിക്ക് ബീഫ് കറിയുടെ മണ കിട്ടിയത്. ഓക്കെ, തോൽക്കൂലേ? എന്നെ പറ്റിച്ചല്ലേ? ഓ, പറ്റിച്ചു. ഇതെന്താ സംഭവം അറിയാം? ഇതെല്ലാവരും ബീഫിന്റെ മണം. കാരണം ഞാനും ബീഫ് കാണാനായത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. ഓക്കെ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. വേണ്ട, നമുക്ക് ഇതിനെ വിളിക്കാം. മുമ്പ് എനിക്ക് വിശ്വാസമില്ല. ഇവരുടെ കയ്യിൽ ബീഫിന്റെ നല്ല മണമുണ്ട്. നിന്റെ കയ്യിൽ നോട്ടെ. ആദ്യം ബീഫ് കഴിക്കില്ലോ. അതെ, ഏറ്റവും ബെസ്റ്റ് പോവാം. നീ വാ. ഓക്കെ, ഒരു പെണ്ണെടുക്കുക. എഴുതിയിട്ട് അപ്പൊ തന്നെ മൂടി വെക്കണം കേട്ടോ. അപ്പൊ തന്നെ മൂടി വെക്കണേ. ഇല്ലെങ്കിൽ ഇതൊരു 30 ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ കയ്യിൽ ബീഫുണ്ട്. ഞാൻ അങ്ങനെ മണക്കും. പെട്ടെന്ന് എഴുതാ. പ്രശ്നമാണല്ലോ. ഇതില് കാണാനില്ല കേട്ടോ. ഇതിലും മണലില്ല. ഇതാണോ? അല്ല, പൊളിഞ്ഞു അല്ലേ? ഇതന്നെ. ഓക്കെ, കാരണം ഇത് നല്ല മണ്ണുണ്ടായിരുന്നു. എന്തെന്നറിയാം? വെജിറ്റബിളിന്റെ. ഓക്കെ, പൊളിഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ? പുള്ളിക്കാരൻ 2 കൈ കൊണ്ട് ബീഫ് കഴിച്ചു പോകുന്നതാണ്. മാജിക് ഈസ്